റമദാനൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു മലബാറി ഊണായാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പറമ്പത്ത് കായ ഉണ്ടായി, അതിനെ പോയി പറിച്ചിട്ട് വന്നു. പറിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടാ. എന്നിട്ട് അതിനെ ചെറുങ്ങനെ നീളത്തിലരിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കായൊക്കെ. പക്ഷേ ഞാൻ വട്ടത്തിലരിഞ്ഞ് സമയം തീരെ ഇല്ലാത്തതുകൊണ്ട് എന്താക്കി, ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വേകാൻ വെച്ച് ആദ്യം. 2 കൂവ് ആയതിൻ്റെ ശേഷം അതിനെ മാറ്റി വെച്ച് വേറൊരു ചീനച്ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. 2 അരി വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ തൊലി കളയുക. ഏത് ഭക്ഷണം ഏത് ഇതാണെങ്കിൽ പോലും തൊലി കളയാണ്ട് തന്നെ ഉപയോഗിക്കുക. അതായത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയൊക്കെ നാച്ചുറലായി തന്നെ ഉണ്ടാവണം. നല്ലോണം ഒന്ന് കഴുകിയാൽ മതി കേട്ടോ, അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. കിട്ടുന്ന സമയത്തേക്ക് നമ്മൾക്ക് ഈ കായ് വെന്തതുണ്ടല്ലോ, അതിന് നല്ലോണം ഉടച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഉടച്ചിട്ടാകുമ്പോൾ ഒരുപാടുണ്ടായോ ഉടച്ച് കഴിയുമ്പോൾ തീരെ ഇല്ല. ഈ വാട്ടിയ ഉള്ളിലേക്ക് കായങ്ങ് ഇട്ട് കൊടുക്കുക. അതൊരു ഉണ്ട പോലെയുള്ള ഒന്ന് മിക്സായി കിട്ടണ ചെറിയ പാടുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുക്കുക. വേണമെങ്കിൽ സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വറവ്. ഞാൻ അടുത്തത് ചോറിൻ്റെ പരിപാടിയാണ്. ചോറ് ആദ്യം അപ്പുറത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് അരി എടുത്ത് അരി നല്ലോണം അതേ കുക്കറിൽ തന്നെ അരി കഴുകി, എന്നിട്ട് അരി കഴുകി കഴിഞ്ഞതിന് ശേഷം 2 വട്ടം കുറച്ച് ഉപ്പും, ഒരു വാട്ട അരിയാണെങ്കിൽ 2 വാട്ട വെള്ളം ഒഴിച്ച് കൊടുത്ത് അതേ കുക്കറിൽ തന്നെ വേവാനും വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പച്ചരി ആണെങ്കിൽ അടിക്ക് പിടിച്ചു. പച്ചരി എന്ന് വെച്ചാൽ ഞാൻ നേരിയരിനെ ഉദ്ദേശിച്ചത് ആണെങ്കിൽ അടിക്ക് പിടിക്കും. ഒന്ന് കയ്യിലിട്ട് കൊടുത്ത് കുക്കറിനെ അടച്ച് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ കറിയും വെക്ക്. ആദ്യം കുറച്ച് ചൂടുവെള്ളം വെച്ച് അതിലേക്ക് ഈ പരിപ്പ് പോർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് പോർത്തി വെച്ചതും പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ വേവാൻ വെച്ച്. ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ ഒന്നിച്ച് ഉരുളക്കിഴങ്ങ് കൂടെ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പരിപ്പിൽ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് വെക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറി അത് കൂവാൻ വെച്ചു. ഇപ്പോഴത്തെ ഭാഗത്ത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കലാണ്. കടുക് പൊട്ടിക്കുന്ന സമയത്ത് പൊതുവേ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, ജീരകം ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തു. വെളുത്തുള്ളി മാത്രം ഇട്ട് കാച്ചി ഈ കുക്കറിലിടുന്ന നമ്മൾ മൊത്തം അങ്ങനെ മുറിച്ചിട്ടെല്ലാം ഇട്ടിട്ടുള്ളൂ, നല്ല ചെറുങ്ങനെ അരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താക്കി, ഞാൻ നല്ലോണം അതിനെ ഉടച്ച് ഈ വെളുത്തുള്ളി കാഞ്ഞതിന് ശേഷം ഇതിനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പതുക്കുന്ന സമയത്ത് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ കറി പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോറും കറിയും വറവിൻ്റെ വീഡിയോ. അപ്പോൾ ചോറ് വേവിക്കാനായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചോറ് വിളമ്പി കൊടുത്തു. അതിലേക്ക് കുറച്ച് അച്ചാർ, കറി, വറവ്, പിന്നെ ഇന്നലെ ചിക്കൻ പാർട്സിൻ്റെ കറിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുരുമുളകിൽ വെച്ചാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. സൈഡ് നോൺ വെജ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അതും ഇട്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സീ യു, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.